ഡിയർ സ്റ്റുഡൻറ്റ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സോ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻസ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ ബാക്കി വരുന്ന ടോപ്പിക്സാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സുകളിൽ പറഞ്ഞ കോൺസെപ്റ്റും അതുപോലെ തന്നെ പ്രോബ്ലംസും എല്ലാ സ്റ്റുഡൻസിനും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, സോ അടുത്ത ടോപ്പിക്ക് ഞാനിവിടെ കുറച്ച് ഫോർമുലാസ്, ഇക്വേഷൻസ് ആണ് പറയാൻ പോകുന്നത്. സോ ഓൾറെഡി നമ്മൾ ഈ ഒരു കോൺസെപ്റ്റുകളും ഇതിൻ്റെ പ്രൂഫുകളും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണാം ലൈക്ക് കറൻറ്റ് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി അല്ലേ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വി ഡി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻസ് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇക്വേഷൻസ് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. വി ഹാവ് ഐ ഈക്വൽ ടു ഇ എൻ എ വി ഡി അല്ലേ. സോ ആ ഒരു ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ ഇവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളത്. സോ എല്ലാവരും അതൊന്നുകൂടി മനസ്സിലാക്കി വെക്കുക, ഉറപ്പിലാക്കുക കേട്ടോ. സോ രണ്ടാമത്തത് കറൻറ്റ് ഡെൻസിറ്റിയാണ്. കറൻറ്റ് ഡെൻസിറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലൈക്ക് കറൻറ്റിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് കറൻറ്റ് ഡെൻസിറ്റി. ജെ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇ എൻ വി ഡി എന്നാണ് ആ ഒരു ഇക്വേഷൻ നമ്മൾ പ്രൂഫ് ചെയ്ത് എടുത്തിരുന്നത്. ആഫ്റ്റർ ഓൾ ലൈക്ക് അവോഗാഡ്രോ നമ്പറിനെ കുറിച്ച് എല്ലാവർക്കും നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്നൊരു കോൺസെപ്റ്റാണ്. സോ അതെല്ലാവരും ഓർത്ത് വയ്ക്കുക. ആ നമ്പർ 6.02 × 10⁻23. ദെൻ റിലാക്സേഷൻ ടൈമിൽ റെസിസ്റ്റിവിറ്റി എങ്ങനെ എഴുതാം, അതുപോലെ തന്നെ റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റിയും അതുപോലെ റെസിസ്റ്റൻസും എങ്ങനെ എഴുതാം എന്ന് പറയുന്ന രണ്ട് ഇക്വേഷൻസും കൊടുത്തിട്ടുണ്ട്. ml/ne² എട്ടോ എന്നാണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. ദെൻ റോ ഈക്വൽ ടു, അതായത് റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു m/ne² ടോ ആണ്. ഈ ഒരു ഇക്വേഷൻസും അതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല. എല്ലാവർക്കും അത് പ്രൂഫൊക്കെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അഞ്ചാമത്തെ കൊടുത്തിട്ടുണ്ട് ജെ ഈക്വൽ ടു സിഗ്മ ഇ, ഇ ഈക്വൽ ടു റോ ഇൻറ്റു ജെ. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറൻറ്റ് ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. ആ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചതാണ്. ആഫ്റ്റർ ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് യൂണിറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി, സാധാരണ വെലോസിറ്റി പോലെ തന്നെ അതിൻ്റെ SI യൂണിറ്റ് എന്തായിരിക്കും, m/s ആയിരിക്കും അല്ലേ. സോ അത് നോർമൽ വെലോസിറ്റിയാണ്. അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ ഏരിയ നമുക്കറിയാവുന്ന കോൺസെപ്റ്റാണ്. SI യൂണിറ്റിൽ നമ്മൾ അതിനെ m² എന്നാണ് പറയാറുള്ളത്. അതുപോലെ കൊടുത്തിട്ടുണ്ട് കറൻറ്റ് ഡെൻസിറ്റി. കറൻറ്റ് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താണ്, വളരെ എളുപ്പമാണ്, ആംപിയർ/m² ആണ്. ദെൻ റെസിസ്റ്റൻസ് എല്ലാ സമയത്തും നമുക്കറിയാം ഓം എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മളതിനെ യൂസ് ചെയ്യാറുള്ളത്. സോ യൂണിറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനുമൊക്കെ എല്ലാ SI യൂണിറ്റുകളും സ്റ്റുഡൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ടുകൂടിയാണ് ഈ സ്ലൈഡ് നമ്മൾ ഒന്നുകൂടി ഈ ഒരു ഇക്വേഷൻസ് എല്ലാം ഒരു സ്ലൈഡിലാക്കി നമ്മൾ കൊടുക്കുന്നത്. കൂടാതെ വാല്യൂ അറിഞ്ഞിരിക്കണം. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ബേസിക് ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ഈക്വൽ ടു 1.6 × 10⁻⁻19 കൂളമാണ്. അതുപോലെ തന്നെ വൺസ് അഗെയിൻ അവോഗാഡ്രോ നമ്പറും. സോ ഈ ഇക്വേഷൻസ് എല്ലാ കുട്ടികളും ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഈ ഒരു
പാർട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ബോർഡ് എക്സാമിൻ്റെ ആ ഒരു കറൻറ്റ് ഇലക്ട്രിസിറ്റിയിൽ വരുന്ന ബേസിക് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിട്ട് എഴുതാൻ കഴിയും, അതിൽ യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോയി നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് മൊബിലിറ്റിയാണ് അല്ലേ. സോ മൊബൈൽ എന്ന് പറയുന്ന വേർഡിനെ കുറിച്ച് നമ്മളെല്ലാവരും ഫെമിലിയർ ആയിരിക്കും അല്ലേ. മൊബൈൽ ഫോൺ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കുറേ കാലം മുമ്പ് വരെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈക്ക് ഓൾഡ് ഹൗസസ് അതുപോലെയുള്ള പഴയ വീടുകളിലൊക്കെ, തറവാട് വീടുകളിലൊക്കെ നമുക്ക് ലാൻഡ് ഫോണൊക്കെ കാണാൻ കഴിയും. ഇന്നതിൻ്റെ യൂസേജ് വളരെ കുറവാണ്. അപ്പോൾ അതായത് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ എല്ലാ ആളുകൾക്കും മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ചെറിയ ഫോണിലേക്ക് നമുക്ക് പോർട്ടബിലിറ്റി ആവണം അല്ലേ, ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയണം. പഴയ കാലത്ത് ലാൻഡ് ഫോൺ ആകുമ്പോഴുള്ള പ്രശ്നം എന്തായിരുന്നു, പ്രോബ്ലം എന്തായിരുന്നു, അത് വയേർഡാണ്. അതിനെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ, പോർട്ട് ചെയ്യാൻ അല്ലേ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ മൊബൈൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് ട്രാൻസ്ലേഷൻ വരുന്നത് മൂവ് ചെയ്യുന്നത് എന്നാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ ഈസി ആയിട്ട് അതിന് മൂവ് ചെയ്യാൻ കഴിയും. ആ ഒരു ടോപ്പിക്കാണ് മൊബിലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള റിലേഷനൊന്നും അല്ല വരുന്നത്. നമുക്കിവിടെ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മെറ്റൽസ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയേഴ്സ് ആയിട്ട് വരുന്നത്. സോ അവിടെ മൊബൈൽസ് അല്ലെങ്കിൽ മൊബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവാൻ കാരണം ആരാണ്? ഇലക്ട്രോൺസ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ അയോണൈസ്ഡ് ഗ്യാസ് ഇലക്ട്രോൺസും ഉണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇലക്ട്രോലൈറ്റ് ആണെങ്കിലോ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. സോ മൊബിലിറ്റിയുടെ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് mu = VD/E. വളരെ എളുപ്പമായി എല്ലാ കുട്ടികൾക്കും മനസ്സിലാകുന്ന ഒരു ഇക്വേഷനാണത്, ഓർത്ത് വയ്ക്കുക. മ്യൂ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ലെറ്ററിലാണ് നമ്മൾ മൊബിലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. മൊബിലിറ്റി mu = VD/E. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ടു ദ ഇലക്ട്രിക് ഫീൽഡ്. സോ ഓർത്ത് വയ്ക്കുക, മെറ്റൽ ആണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ചാർജ് കാരിയേഴ്സ്. അതുപോലെ തന്നെ ലൈക്ക് ഗ്യാസുകളിൽ പോസിറ്റീവ് അയൺസ് അങ്ങനെയുള്ള കോൺസെപ്റ്റാണ്. അതുപോലെ ഇലക്ട്രോലൈറ്റിൽ ആരാണ് വരുന്നത്? ഈ ഒരു കോൺസെപ്റ്റുകൾ ഓർത്ത് വെക്കുക. ആരാണ് ചാർജ്, ആരാണ് അവിടുത്തെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് മൂവ്മെൻറ്റിന്, ചാർജ് മൂവ് ചെയ്യാൻ ആരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആഫ്റ്റർ നമ്മൾ പറയുന്നതിൻ്റെ ഇക്വേഷനാണ് mu = VD/E എന്നും VDയെ നമ്മൾ പഠിച്ചതാണ് EE/m × τ എന്ന് പറയുന്ന ഇക്വേഷനും കൊടുക്കാം. അങ്ങനെയാണ് അടുത്ത ഇക്വേഷൻ മാറ്റി എഴുതിയിട്ടുള്ളത്. സോ ആഫ്റ്റർ ദ ട്രാൻസ്ലേഷൻ എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? mu = E/m × τ. സോ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ മൊബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും എല്ലാവർക്കും ആ ഒരു പാർട്ടിനെ കുറിച്ച് സ്കോർ ചെയ്യാം. സോ എപ്പോഴും ഓർത്ത് വയ്ക്കുക, മൊബിലിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് വരുന്നത് എന്താണ്? അതായത് ചാർജ് കാരിയേഴ്സ് ആരാണ്, അതിൻ്റെ ഒരു ഇക്വേഷൻസും ഉണ്ടാവും. പറഞ്ഞത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോയി നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓംസ് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഓംസ് ലോ എല്ലാവർക്കും അറിയാം, എല്ലാ സ്റ്റുഡൻസിനും അറിയാവുന്ന, വളരെ ഈസി ആയിട്ട് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ. സോ അവിടെ നിന്ന് നമ്മൾ എഴുതിയതാണ് V = I × R. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് V/I എന്നാണ് അല്ലേ. ഓം എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ട് ബൈ ആംബിയറിനോട് ഈക്വലുമാണ്. V/I അല്ലെങ്കിൽ V/A ആംബിയറിനോട് ഈക്വലാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കണ്ടക്ടേഴ്സിനും എല്ലാ മെറ്റീരിയൽസിനും ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു വന്നാൽ ഇല്ല എന്ന് തന്നെ നമ്മൾ ആൻസർ പറയേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ എന്നുള്ളതിന് എന്തുണ്ട്? ഡ്രോബാക്സ് ഉണ്ട്. മെറ്റാലിക് കണ്ടക്ടേഴ്സിന് നമ്മൾ എടുക്കുമ്പോൾ ഇനീഷ്യൽ കുറഞ്ഞ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ നോ ഇഷ്യൂ,
വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ തന്നെയായിരിക്കും. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആവില്ല. അപ്പോൾ അങ്ങനെ വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആവാത്ത ഒരു സമയത്ത് വി ഹാവ് ടു സേ ദാറ്റ് ഓംസ് ലോയുടെ വയലേഷനാണത്. സോ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ലോ ടെമ്പറേച്ചറിൽ ഒബേ ചെയ്യുമെങ്കിലും ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നില്ല, അത് ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൈക്ക് ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മെറ്റീരിയൽസ് ഓംസ് ലോയെ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉണ്ട്, ആ മെറ്റീരിയൽസ് ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓമിക് കണ്ടക്ടേഴ്സ് ആണ് അത് എന്ന് പറയാം. അപ്പോൾ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് അത് ഓംസ് ലോ, ഓം നിയമത്തെ അനുസരിക്കുന്നുവെങ്കിൽ ആ കണ്ടക്ടേഴ്സിനെ, ആ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ അതാണ് ഓമിക് കണ്ടക്ടേഴ്സ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, മെറ്റൽസും നിക്രോമും. ഇപ്പം നിക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നിക്കലും ക്രോമിയവും കൂടിച്ചേർന്ന ഒരു അലോയാണ് എന്ത്, നിക്രോം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിക്രോം എന്ന് പറയുന്നത് ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്, മെറ്റൽസ് എന്ന് പറയുന്നത് ഓംസ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. മെറ്റൽസിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ, ഒരു ടെമ്പറേച്ചർ, അത് ചൂട് കൂടി ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തും ഒബേ ചെയ്യുന്നില്ല, മെറ്റൽസും ഒബേ ചെയ്യുന്നില്ല. അത് അതർ കോൺസെപ്റ്റാണ്. സോ ഇവിടെ നമുക്ക് ബേസിക്കലി ആയിട്ട് എന്ത് പറയാം, മെറ്റൽസും നിക്രോം എന്ന് പറയുന്ന അലോയും എന്ത് ഒബേ ചെയ്യുന്നു, ഓംസ് ലോ ഒബേ ചെയ്യുന്നു. ശരിയാണോ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ്? അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറയുന്നതാണ് എന്ത്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നതെങ്കിൽ ഓംസ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് അവർ കൊടുത്തിട്ടുള്ളത് എന്ത്, ലൈക്ക് സെമി കണ്ടക്ടേഴ്സ്, ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്. LED ഒരു എക്സാമ്പിളാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അതുപോലെ തന്നെ ഈ ലൈക്ക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ PN ജംഗ്ഷൻ ഡയോഡ്, സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് +2 അവസാനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫിസിക്സിൻ്റെ അവസാന ഭാഗത്ത് വരുന്നൊരു ചാപ്റ്ററാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്രയെങ്കിലും മനസ്സിലാക്കി വെക്കാം. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ലൈറ്റ് നമുക്ക് പുറത്തേക്ക് തരുന്ന, ഡയോഡ് കൊണ്ട് വർക്ക് ചെയ്യുന്ന, ഡയോഡിൻ്റെ ഫങ്ഷനിങ് ആയിട്ടുള്ള ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് എന്തൊബേ ചെയ്യുന്നില്ല, ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയാം. ഈ PN ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ NPN ട്രാൻസിസ്റ്റർ എന്നും അതുപോലെ PNP ട്രാൻസിസ്റ്ററും എന്ന് പറയുന്ന മറ്റൊരു ഡിവൈസ് നമുക്ക് ഫോം ചെയ്ത് കിട്ടാറുണ്ട്. അതായത് ഇലക്ട്രോണിക്സിലെ വണ്ടർ കിഡ്, അത്ഭുത ശിശു എന്നറിയപ്പെടുന്ന ഒരു ഡിവൈസാണ് ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്, ഡിസ്കവറിയോട് കൂടിയാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പലവിധ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൻ്റെയും സൈസ് കുറയാൻ കാരണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ലൈക്ക് കമ്പ്യൂട്ടർ ഒരു 10 വർഷം മുമ്പ് വരെയൊക്കെ അതിൻ്റെ സ്ക്രീന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു മോണിറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് ലെങ്തി ആയിരിക്കും. സോ അന്ന് ഈ പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഡിസ്കവറി അത്രമാത്രം ഫെയിം ആയിരുന്നില്ല എന്ന് പറയാം. അതുമാത്രമല്ല, പലവിധ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൻ്റെയും സൈസ് കുറയാൻ കാരണം ഈ പറഞ്ഞ ട്രാൻസിസ്റ്ററിൻ്റെ ഡിസ്കവറിയാണ്. ഈ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചതോടുകൂടി ട്രാൻസിസ്റ്ററിനെ നമുക്ക് IC ചിപ്പാക്കി മാറ്റാൻ കഴിയും, ഇൻറ്റഗ്രേറ്റഡ് ചിപ്പ്. അപ്പോൾ ഡയോഡാണ് ബേസ്, ഡയോഡിൽ നിന്ന് ട്രാൻസിസ്റ്ററും, ട്രാൻസിസ്റ്ററിൽ നിന്ന് ICയും, ഇങ്ങനെയുള്ള ആ ഒരു ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് കാരണമാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പലവിധ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൻ്റെയും അതുപോലെയുള്ള വസ്തുക്കളുടെയും സൈസ് നമുക്ക് കുറവായിട്ട് കിട്ടിയത്. സൈസ് കുറഞ്ഞു അല്ലേ, നമ്മൾ 0 സൈസ് എന്നൊക്കെ പറയില്ലേ, നാനോ ടെക്നോളജി എന്നൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെ സൈസ് കുറഞ്ഞതുകൊണ്ട് ട്രാൻസിസ്റ്റേഴ്സിൻ്റെയൊക്കെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് നമ്മുടെ പല സാധനങ്ങളും ഇന്ന് പോർട്ടബിൾ ലാപ്ടോപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ CPU ഒക്കെ വേണ്ടിയിരുന്നില്ലേ, ഇപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം ഒന്നുമില്ലല്ലോ. അപ്പോൾ വാക്യൂം ട്യൂബ്സ് ആയിരുന്നു പഴയ കാലത്ത് ട്രാൻസിസ്റ്ററിൻ്റെയൊക്കെ മുമ്പുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ട്രാൻസിസ്റ്ററും
ICയും യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പലവിധ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൻ്റെയും എല്ലാം സൈസ് വളരെ വളരെ കുറഞ്ഞു കഴിഞ്ഞു. സോ പറഞ്ഞു വന്നത് നമ്മൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഓംസിൽ ഒബേ ചെയ്യാത്ത അല്ലെങ്കിൽ വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിൽ അല്ലാത്ത ആ ഒരു കണ്ടക്ടേഴ്സിനെ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ചോദിച്ചു കഴിഞ്ഞാൽ വിതൗട്ട് എനി ഡൗട്ട് അല്ലേ നമുക്ക് അതിനെക്കുറിച്ച് എഴുതാൻ കഴിയും. ഓക്കെ ആണെന്ന് കരുതുന്നു. സോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയി നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്കിൽ വരുന്നത്, സോ ഇവിടെ നിങ്ങൾക്ക് നോൺ ഓമിക് കണ്ടക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ നോൺ ഓമിക് കണ്ടക്ടേഴ്സിൻ്റെ കുറച്ച് ഗ്രാഫുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഒരു VI ഗ്രാഫാണ്. അപ്പോൾ ഈ VI ഗ്രാഫിൽ പലവിധ മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു, ട്രാൻസിസ്റ്റർ ഒബേ ചെയ്യുന്നില്ല, ഡയോഡ്സ് ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഗ്രാഫുകളാണ് ഇവരിവിടെ കൊടുത്തത്. ഡയറക്റ്റ് ആയിട്ട് പോകുന്നതിന് പകരം, ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, അതിങ്ങനെ കുറച്ച് ബെൻഡായിട്ട് വരുന്നു. അതാണ് നമ്പർ 1 ഫസ്റ്റ് ഗ്രാഫ്. സെക്കൻഡ് ഗ്രാഫ് കൊടുത്തിട്ടുള്ളത് ഒരു ഡയോഡിൻ്റെ ഗ്രാഫാണ്. ആദ്യത്തെ ഗ്രാഫ് നമുക്കൊരു മെറ്റാലിക് കണ്ടക്ടേഴ്സ് ഹെവി ടെമ്പറേച്ചർ ആവുന്ന കേസിൽ നമുക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാൻ കഴിയും. നമ്പർ 2 രണ്ടാമത്തെ ഗ്രാഫ് ഡിയർ സ്റ്റുഡൻസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഡയോഡിൻ്റെയാണ്, LED ഗ്രാഫാണ്. അതായത് ഗ്രാഫ് എന്ത് ചെയ്യുന്നു, ഇനീഷ്യലി ഒരു കുറച്ച് ഒപ്പോസിഷൻ കാണിച്ചിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ റിവേഴ്സ് ബയസ് എന്ന് പറയും. 2 ബയസ് ആണുള്ളത്. പലപ്പോഴും പല സ്റ്റുഡൻസ് നിങ്ങളെ കേട്ടിട്ടുണ്ടാവും ഫോർവേഡ് ബയസ്, റിവേഴ്സ് ബയസ് എന്നൊക്കെ നമ്മൾ സെമി കണ്ടക്ടേഴ്സിൽ പറയാറുണ്ട്. ഇവിടെ വോൾട്ടേജ് ഉണ്ട്, ഇവിടെ എന്തുണ്ട്, കറൻ്റ് ഉണ്ട്. സോ ഇനീഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ കാണിക്കും. അതായത് നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ കറൻറ്റ് അതിനനുസരിച്ച് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിൽ ആയിരിക്കില്ല. ആഫ്റ്റർ എ സെർട്ടൈൻ മൊമെൻറ്റ് ഇതെന്ത് ചെയ്യും, വോൾട്ടേജും കറൻറ്റും എന്തായിട്ട് മാറും, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലായിട്ട് മാറും. സോ ഇവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലേ, 0.3 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ്. അതിന് നീ വോൾട്ടേജ്, കട്ട് ഓഫ് വോൾട്ടേജ് എന്നൊക്കെ പറയാറുണ്ട്. എനിവേ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിന് റിവേഴ്സ് ബയസ് എന്നാണ് പറയുക. വോൾട്ടേജും നെഗറ്റീവ് അതുപോലെ കറൻറ്റും നെഗറ്റീവും ആവുന്ന കേസിൽ ഉള്ളൊരു കേസാണ്. അപ്പോൾ എനിവേ ഓർത്ത് വെക്കുക, ഇതാണ് ഡയോഡിൻ്റെ ഗ്രാഫ്. പിന്നെ ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത് ഒരു വോൾട്ടേജും കറൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കേസും അങ്ങനെ തന്നെയാണ്. നോക്ക്, വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലല്ല. ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഗ്രാഫാണ് അവരിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഈ ഗാലിയം ആർസനൈഡിൻ്റെ കേസിലും നമുക്ക് എന്ത് പറയാം, അത് എന്ത് ഒബേ ചെയ്യുന്നില്ല, ഓംസിലോ ഒബേ ചെയ്യുന്നില്ല. സോ ഓംസിലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആരും മാർക്ക് കളയരുത്. ഓക്കെ, ഈസിയാണ്. ആഫ്റ്റർ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് വേരിയസ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. റെസിസ്റ്റിവിറ്റി റോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് അല്ലേ, R = ρ × L/A, റോ ഈക്വൽ ടു നേരെ തിരിച്ച് എങ്ങനെ എഴുതുക, R = ρ × L/A എന്ന് പറയുന്ന ഇക്വേഷനെ നമുക്ക് റോ ഈക്വൽ ടു RA/L എന്നാക്കി മാറ്റാം. അതിൻ്റെ യൂണിറ്റ് വരുന്നത് എന്താ, ഓം മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ. എമ്മും എം സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ SI യൂണിറ്റ് ഓം മീറ്റർ എന്ന് കിട്ടുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദ മെറ്റീരിയൽസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കണ്ടക്ടേഴ്സ് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, അതുപോലെ ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. എന്താണ് കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ വളരെ ഈസിയായി സ്മൂത്തായി കടത്തിവിടാൻ കഴിയുന്ന മെറ്റീരിയൽസിനെയാണ്, സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സെമി കണ്ടക്ടർ ആണെങ്കിൽ അത് പാർഷ്യലി മാത്രമേ അതിൻ്റെ കണ്ടക്ഷൻ ഉണ്ടാവുള്ളൂ. കണ്ടക്ടേഴ്സിനെ പോലെ സ്മൂത്ത് ആയിക്കൊള്ളണമെന്നില്ല. അതായത് റെസിസ്റ്റൻസ് കൂടുന്നു എന്ന് പറയാം. ഇൻസുലേറ്റർ ആണെങ്കിലോ ഹെവി റെസിസ്റ്റൻസ് ആയിരിക്കും. നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന സമയത്ത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇലക്ട്രോൺസ് മാത്രമേ അതിലൂടെ പാസ് ചെയ്യുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതാണ് 3 types ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി അതിൻ്റെ റെസിസ്റ്റിവിറ്റി റേഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. 10⁸ ഓം മീറ്റർ ടു 10⁶ ഓം മീറ്റർ വരെയാണ് ആക്ച്വലി റെസിസ്റ്റിവിറ്റിയുടെ റേഞ്ച്. ഏതിൽ വരുന്നത്? മെറ്റലിൻ്റെ കേസിൽ വരുന്നു. വെരി ലോ ആണെന്ന് പറയേണ്ടി വരും. അതേസമയത്ത് ഇൻസുലേറ്ററിന് എക്സാമ്പിൾ നമുക്ക് റബ്ബർ പറയാം. സോ ഇവിടെ സെറാമിക് കൊടുത്തിട്ടുണ്ട്.
പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ റെസിസ്റ്റിവിറ്റി കുറച്ച് എന്തായിരിക്കും, കൂടുതലായിരിക്കും. 10⁻18 ആ ഒരു റേഞ്ചിൽ കുറച്ച് കൂടുതലായിട്ടാണ് വരുന്നത്. അതേ സമയത്ത് സെമി കണ്ടക്ടർ ആണെങ്കിലോ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അതായത് കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ വരുന്നത്. സോ റെസിസ്റ്റിവിറ്റിയെക്കുറിച്ച്, അതിൻ്റെ ആ വാല്യൂവിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഞാൻ അടുത്ത പാർട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് വരുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് ചേഞ്ചാണ് ഉണ്ടാവുന്നത്, അത് കൂടുന്നുണ്ടോ, അത് കുറയുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ദ ബോഡി. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് ദ ബോഡി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ടെമ്പറേച്ചർ നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ പറയാറുണ്ട്, കെൽവിനിൽ പറയാറുണ്ട്, ഫാരൻഹീറ്റിൽ പറയാറുണ്ട്, റീമർ സ്കെയിലിൽ പറയാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഡിഫറെൻറ്റ് സ്കെയിൽസ് നമുക്ക് ടെമ്പറേച്ചറിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ലൈക്ക് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ, അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ρT = ρ0 × 1 + α × t - T0. അപ്പോൾ ഇതിൽ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. റെസിസ്റ്റിവിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രീക്ക് ലെറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ρT എന്ന് പറയുമ്പോഴോ അതൊരു ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ റെസിസ്റ്റിവിറ്റിയാണ്. ρ0 എന്ന് പറയുമ്പോഴോ ലൈക്ക് ഒരു 0 ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചറാണ്. ആൽഫ എന്ന് പറയുമ്പോഴോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയാണ്. സോ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ഇക്വേഷൻ ഓർത്ത് വെക്കുക എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ആഫ്റ്റർ ഇതിൽ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഡയമെൻഷൻ ഓഫ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഡിഗ്രി കെൽവിൻ. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എന്തിൻ്റെ യൂണിറ്റ് പറയുക, ആൽഫയുടെ യൂണിറ്റ് പറയാറുള്ളത്. ഇനി നോക്ക്, ഇവിടെ പറഞ്ഞിട്ടുണ്ട് സംഭവിക്കുന്നത് എന്താ, ആൽഫ ഈസ് പോസിറ്റീവ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുകയാണെങ്കിൽ, ടെമ്പറേച്ചർ കൂടുന്നു, റെസിസ്റ്റിവിറ്റി കൂടുന്നു. സോ ആൽഫ എന്നുള്ളത് പോസിറ്റീവ് ആക്കിയിട്ട് എടുക്കണം. അതേ സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലാണെങ്കിലോ ആൽഫ എന്നുള്ളത് നെഗറ്റീവായിട്ട് എടുക്കണം. സോ ആ ഒരു കോൺസെപ്റ്റ് എല്ലാവരും ഓർത്ത് വയ്ക്കുക. എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആകുന്ന ഒരു പാർട്ടാണ്. സോ ബോർഡ് എക്സാമിന് മാത്രമല്ല കോമ്പറ്റീറ്റീവ് എക്സാംസിനും ഈ ആൽഫ എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റിയെ കുറിച്ച് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. മോർ ഓവർ വീണ്ടും അവർ ഇക്വേഷൻ ഒന്നേ മാറ്റിയില്ലേ. സോ ഇവിടെ കിടക്കുന്ന ഈ ρT = ρ0, ഈ ρ0 നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകാം, ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകാം. സോ ρT / ρ0 = ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറുന്നു, 1 + α × t - T0 ആയിട്ട് മാറുന്നു. ഇവിടെ കിടക്കുന്ന ഈ +1നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ അതെന്തായിട്ട് മാറും, -1 ആയിട്ട് മാറും. സോ ρT / ρ0 -1 = ഇക്വേഷൻ എന്തായി, α × t - T0 ആയി. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, LCM എടുക്കാം. സോ ഇക്വേഷൻ എങ്ങനെ വരുന്നു, ρT - ρ0 / ρ0 = എന്തായി, α × t - T0 ആയി. സോ ഫൈനലി ആൽഫ കിട്ടുന്നു ρT - ρ0 / ρ0 × t - T0 എന്ന് പറയുന്ന ഇക്വേഷനാണ് ആൽഫ. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ പറഞ്ഞു വന്നത് റെസിസ്റ്റിവിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ നമുക്ക് പറയാം, എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്, ഒരു സബ്ജക്റ്റാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. മോർ ഓവർ ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ്. സോ ആൽഫ പോസിറ്റീവും ടെമ്പറേച്ചർ ഇൻക്രീസസ്, റെസിസ്റ്റിവിറ്റി ഡിക്രീസസ് ആണെങ്കിൽ ആൽഫ നെഗറ്റീവുമായിട്ടാണ് വരുന്നത്. സോ അതുപോലെ തന്നെ ആൽഫയുടെ യൂണിറ്റ് ഞാൻ പറഞ്ഞു അല്ലേ, ഡിഗ്രി സെൽഷ്യസ്, അതുപോലെ തന്നെ കെൽവിൻ, അതുപോലെ ഡിഗ്രി കെൽവിൻ, ഇങ്ങനെയാണ് അതിൻ്റെ എന്ത് വരുന്നത്, യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വളരെ
ഈസിയായി വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആഫ്റ്റർ ഓൾ നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യാം അടുത്ത സ്ലൈഡിലേക്ക്. നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. മെറ്റൽ. ഈ മെറ്റലിൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് ചേഞ്ച് വരും? കൂടുമോ കുറയുമോ? അതുപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിന് എന്ത് ചേഞ്ച് വരും? ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹിയർ. സോ ലിസൺ ഹിയർ, ദർ ഈസ് വൺ ഗ്രാഫ്. സോ റോയും ടിയും അല്ലേ, ഒരു ആക്സിസിൽ ടെമ്പറേച്ചർ എടുത്തിട്ടുണ്ട്, മറ്റൊരു ആക്സിസിൽ നമ്മൾ റോ എടുത്തിട്ടുണ്ട് അല്ലേ. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റിവിറ്റിയാണ്. വാട്ട് ഈസ് ടി? ടെമ്പറേച്ചറാണ്. സോ ആ ഒരു ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഗ്രാഫ് എന്നുള്ളത് ഓൾമോസ്റ്റ് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ ഇൻക്രീസിങ് മോഡലാണ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ ഒരു മെറ്റീരിയലിൻ്റെ എന്ത് കൂടുന്നു? റോ കൂടുന്നു. സോ ആ ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ദെൻ അതേ സമയത്ത് രണ്ടാമത്തെ ഗ്രാഫോ അത് ഡിക്രീസിങ് മോഡലാണ്. സോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഇക്വേഷന് കൊടുത്തിട്ടുണ്ട് അല്ലേ, റോ പ്രൊപ്പോർഷണൽ ടു എന്താ? 1/τ ആണ്. റോയും ടെമ്പറേച്ചറും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അത് എവിടെ നിന്ന് കിട്ടി? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റോ ഈക്വൽ ടു എന്തായിരുന്നു? m/ne²τ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അത് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ടത് ആൽഫ പോസിറ്റീവ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആര് കൂടുന്നു? റോ കൂടുന്നു. ഏതിൻ്റെ കേസിൽ? മെറ്റലിൻ്റെ കേസിൽ ആൽഫ പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇൻസുലേറ്ററിനും സെമി കണ്ടക്ടേഴ്സിനും എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ കൂടുന്നു, റെസിസ്റ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഗ്രാഫ് ഇതുപോലെ ഡിക്രീസിങ് മോഡൽ വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റലിൻ്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു? സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു? ഇൻസുലേറ്ററിൻ്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഗ്രാഫ്, ഈ ഒരു കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ബോർഡ് എക്സാമിനും അറ്റ് ദ സെയിം ടൈം കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. സോ ആ ഒരു കോൺസെപ്റ്റും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആഫ്റ്റർ നമ്മൾ മൂവ് ചെയ്യുന്നത്, ഇവിടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. അതിൽ നിക്രോം അതുപോലെ തന്നെ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന രണ്ട് മെറ്റീരിയലാണ്. അപ്പോൾ നിക്രോം എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതും മാൻഗനീൻ എന്ന് പറയുന്നതും ഒക്കെ ഡിഫറെൻറ്റ് അലോയ്സ് ആണ്. ഇപ്പോൾ നിക്രോം എന്ന് പറഞ്ഞാൽ എന്താ? അലോയ് ഓഫ് നിക്കൽ, അയേൺ ആൻഡ് ക്രോമിയം ആണ്. അതുപോലെ തന്നെ മാൻഗനീൻ എന്ന് പറയുമ്പോഴോ അതിന് എക്സിബിറ്റ് വെരി വീക്ക് ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ വൈഡ്ലി യൂസ്ഡ് എവിടെയൊക്കെയാണ്? സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ. ദെൻ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂസ് വെരി ലിറ്റിൽ വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറും റോയും തമ്മിലുള്ള ഗ്രാഫ് ഓർത്ത് വയ്ക്കുക. ഇനീഷ്യലി അതിൻ്റെ ചേഞ്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ല, ബട്ട് ടൈം ബീയിങ് ആ വാല്യൂ ലിറ്റിൽ അതങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. സോ പറഞ്ഞു വന്നത് നിക്രോമിനെ കുറിച്ചും മാൻഗനീനെ കുറിച്ചും കോൺസ്റ്റന്റിനെ കുറിച്ചും നമ്മൾ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് വേരിയസ് ഡിവൈസസിൽ ഈ അലോയ്സ് യൂസ് ചെയ്യാറുണ്ട്. കാരണം ചില സമയങ്ങളിൽ പ്യുവർ മെറ്റൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് അത്രമാത്രം നമ്മൾ കരുതി അത്ര പെർഫോമൻസ് അല്ലെങ്കിൽ എഫിഷ്യൻസി നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ ആ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് അലോയ്സ് യൂസ് ചെയ്യാറുണ്ട്. സോ അതിൻ്റെ റോ ടെമ്പറേച്ചർ, അതായത് റെസിസ്റ്റിവിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. അതായത് മെറ്റൽസിൽ എന്ത് സംഭവിക്കുന്നു, കണ്ടക്ടേഴ്സിൽ എന്ത് സംഭവിക്കുന്നു, സെമി കണ്ടക്ടേഴ്സിൽ എന്ത് സംഭവിക്കുന്നു, ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു, ആൽഫ എപ്പോഴാണ് പോസിറ്റീവ് വരുന്നത്, ആൽഫ എപ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാമിന് മാത്രമല്ല കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇപ്പോൾ നീറ്റ്, ജെഇ ഇതുപോലെയുള്ള എല്ലാ എക്സാംസിനും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ആവശ്യമായിട്ടുള്ള നോട്ട് അല്ലെങ്കിൽ പോയിന്റുകൾ ഇവിടെ നിന്ന് നോട്ട് ചെയ്യണം, എഴുതി വെക്കണം, അത് മനസ്സിലോർത്ത് വെക്കണം. എപ്പോഴും നമുക്കത് കൺഫ്യൂഷൻ വരുന്നതാണ്. എപ്പോഴാണ് ആൽഫ പോസിറ്റീവ്, എപ്പോഴാണ് ആൽഫ നെഗറ്റീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ നോട്ട് ചെയ്ത് നന്നായി അത് ഓർത്ത് വെക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞ് വെറുതെ നമ്മൾ മാർക്ക് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് നന്നായി ഒരു ക്ലിയർ ഐഡിയ വേണം. ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും അത് നോട്ട് ചെയ്ത് എല്ലാവർക്കും ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
സോ സ്റ്റുഡൻസ്, നമ്മൾ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടെമ്പറേച്ചർ, അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി, അതുപോലെ ലൈക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻസ്, ഇമ്പോർട്ടൻ്റ് ഫോർമുലാസ്, നോണോമിക് കണ്ടക്ടേഴ്സ്, ഓമിക് കണ്ടക്ടേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും പറഞ്ഞ കോൺസെപ്റ്റുകൾ, അതുപോലെ അതിൻ്റെ ഇക്വേഷൻസ്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് അടുത്തൊരു ദിവസം നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. താങ്ക് യു.